എല്ലാവർക്കും നമസ്കാരം. സാധാരണക്കാർക്ക് സന്തോഷം പകരുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്വന്തമായിട്ട് കയറി കിടക്കാൻ ഒരു വീടില്ലാത്ത ആളുകളെ ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് വളരെയേറെ സന്തോഷപ്രദമായ ഒരു വാർത്തയാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ഈ ഫ്ലവേഴ്സ് ചാനൽ 24 TV അവർ ഈ ചാരിറ്റി രംഗത്ത് വളരെയേറെ കാര്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ്, ചാനലാണ്. അപ്പോൾ അതിൽ 24 കണക്റ്റ് എന്ന് പറയുന്ന ഒരു ചാരിറ്റി വിങ്ങിൻ്റെ ഇടുക്കി ജില്ലാ കോർഡിനേറ്ററായിട്ടാണ് ഞാനിപ്പോൾ നിലവിൽ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോൾ ഈ 24 കണക്റ്റും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായിട്ട് ചേർന്നുകൊണ്ട് വീടില്ലാത്ത സാധാരണക്കാർക്ക് 4 ലക്ഷം രൂപ വരെ, ഒരു വ്യക്തിക്ക് 4 ലക്ഷം രൂപ വരെ വീട് വെക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഇടുക്കി ജില്ലയിൽപ്പെട്ട ആളുകൾ, അർഹതപ്പെട്ട ആളുകൾ ഞാനുമായിട്ട് ബന്ധപ്പെട്ടാൽ, നിലവിൽ 24 ചാനലുമായിട്ട് 24 കണക്റ്റുമായിട്ട് ബന്ധപ്പെട്ട അപേക്ഷ വെച്ചിട്ടുള്ള ആളുകൾ വെക്കേണ്ടതില്ല. അല്ലാത്തവർ ഞാനുമായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോകും. അപ്പോൾ കുറച്ച് നിബന്ധനകൾ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. നമുക്ക് ഈ പൈസ വെറുതെ കിട്ടുകയാണ്, നമ്മൾ തിരിച്ചടയ്ക്കേണ്ട എന്നുള്ള വസ്തുതയാണ്. പക്ഷേ അവർ കുറച്ച് നിബന്ധനകൾ പറയുന്നത്, ഞാനത് ആദ്യം പറഞ്ഞപ്പോൾ ഇടുക്കി ജില്ലയ്ക്ക് അത്ര പ്രായോഗികമല്ല എന്ന് പറഞ്ഞെങ്കിലും, ഈ ഒരു ബാങ്ക് ലോൺ എടുക്കുന്ന പ്രൊസീജിയേഴ്സ് മുഴുവൻ അതിനുണ്ട്. പഞ്ചായത്ത് മെമ്പർ ലെറ്റർ ഉൾപ്പെടെ നമ്മൾ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ്, അതുപോലെ ആധാരം, മുന്നാധാരം പോലുള്ള സാധനങ്ങളെല്ലാം അത് കൃത്യമായിട്ട് വേണം. 5 സെൻറ്റിൽ കുറയാത്ത വസ്തു. ഒരുപാട് ഇടുക്കി ജില്ലയ്ക്ക് പ്രത്യേകത 9 സെൻറ്റ് വരെ ആകാം, 5 മുതൽ 9 സെൻറ്റ് വരെ. അല്ലാത്ത ജില്ലകളിൽ 5 സെൻറ്റിൽ കുറയാനും കൂടാനും പാടില്ല. 5 സെൻറ്റ് സ്ഥലം സ്വന്തമായിട്ടുണ്ടാവണം. പഞ്ചായത്തിൻ്റെയോ ഇല്ല ലൈഫ് മിഷനോ അങ്ങനെയുള്ള ഒരു പദ്ധതിയിലും പെട്ട് എന്തെങ്കിലും ആനുകൂല്യം പറ്റിയവരായിരിക്കരുത്. നിലവിൽ ഇപ്പോൾ കട്ട കെട്ടി ഷീറ്റ് മേഞ്ഞു, ഇല്ലെങ്കിൽ എന്തെങ്കിലും വലിച്ചു കെട്ടി താമസിക്കുന്നു, അങ്ങനെയുള്ള വീടുകാർക്കും അത് മെയിൻ്റനൻസ് ആയിട്ട് ആനുകൂല്യം കിട്ടുകയില്ല. ഇപ്പോൾ ഷീറ്റ് വലിച്ചു കെട്ടി ഒരു നിർവാഹവും ഇല്ലാതെ ജീവിക്കുന്ന പല വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അതിൻ്റെ ഫോട്ടോ അതിന് മുമ്പിൽ നിർത്തി കൊടുക്കേണ്ടവരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ പൈസ അവർ ഒറ്റയടിക്ക് 4 ലക്ഷം രൂപ കയ്യിലേക്ക് തരികയില്ല. ഘട്ടം ഘട്ടമായിട്ട് ആദ്യം തറപണിയാണ്, ഇല്ലെങ്കിൽ അങ്ങനെ അത് നമുക്ക് തന്നെ പ്രാദേശികമായിട്ട് ഏതെങ്കിലും കോൺട്രാക്ടർമാരെ സമീപിച്ച് അവരെ കൊണ്ട് പണിയിപ്പിക്കാം. സ്വല്പം പൈസ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കാനുണ്ടെങ്കിൽ പ്രാദേശികമായിട്ട് സംഘടിപ്പിക്കാനുണ്ടെങ്കിൽ കുറച്ചുകൂടെ പൈസ കൂടുതലിട്ട് നല്ല ഭംഗിയായ വീടുകൾ ഉണ്ടാക്കാം. ഇവർ ഉദ്ദേശിക്കുന്നത് ഒരു മുറി, അടുക്കള, കക്കൂസ്, അങ്ങനെ എല്ലാം കൂടെ കൂടി ഒരു അത്യാവശ്യം ഒരു കുടുംബത്തിന് കയറി താമസിക്കാൻ ഒരു ഹോൾ എല്ലാം കൂടെ കൂടി, ഒരുപാട് വലിപ്പമല്ല, 4 ലക്ഷം രൂപയ്ക്ക് എന്തോരം വലിയ വീട് തരുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ അതിന് ബാക്കി പൈസ നമ്മൾ ഉണ്ടാക്കിയാൽ കുറച്ചുകൂടെ വലിയ വീട് പണിയാം. പക്ഷേ 5 സെൻറ്റ് കൃത്യമായിട്ട് പട്ടയം ഉള്ള ഭൂമി, ആധാരമുള്ള ഭൂമി കയ്യിൽ വേണം. അല്ലാതെ വെറുതെ നമ്മൾ മറ്റേതെങ്കിലും ലൈഫിൻ്റെ പദ്ധതിപ്പെട്ടു പകുതി വീട് പണി നിർന്നിരിക്കുന്നു, ഇല്ല പഞ്ചായത്തിൻ്റെ വേറെ ഏതെങ്കിലും ഭവന പദ്ധതിയിൽ, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഭവന പദ്ധതിയിൽ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ അല്ലെ ബാങ്ക് ലോൺ എടുത്ത് കുടിശ്ശിയായിട്ട് അങ്ങനെ പദ്ധതി നിന്ന് വയ്ക്കുന്നു, അതിനൊന്നും പൈസ കിട്ടത്തില്ല. അങ്ങനെയുള്ള ഒരു അപേക്ഷ തരികയും ചെയ്യരുത്. അത് അതിനുവേണ്ടി നമ്മൾ വെറുതെ മെനക്കെടുത്തുകയും ചെയ്യരുത്. അപ്പം നമ്മൾ ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ ആരെങ്കിലും അതിനകത്ത് അർഹതപ്പെട്ടവരുണ്ടെങ്കിൽ ഞാനിവിടെ ബന്ധപ്പെടാം. ഇല്ലെങ്കിൽ നമ്മുടെ അറിവിൽപ്പെട്ട ആരെങ്കിലും നമ്മുടെ ഇടുക്കി ജില്ലയിലുണ്ടെങ്കിൽ, നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ നമ്മുടെ ആരെങ്കിലും നമ്മുടെ അറിവിലുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ അർഹത നേടിയ ആളുകളാണെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ ഇങ്ങനെയൊരു സംവിധാനമുണ്ട്. അത് എല്ലാവരും ഒന്ന് മറ്റുള്ളവരിലേക്ക്, ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.